ഹായ് ഓൾ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടി റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബോട്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ സവാള ഇട്ട് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്യാം, പക്ഷേ അടുപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. സവാള നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളകും തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും നല്ല പേസ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നല്ലൊരു ജ്യൂസി പരുവത്തിലായിട്ട് കിട്ടണം. ഇപ്പോൾ കണ്ടോ, തക്കാളി ഇതിൽ കാണാനേ ഇല്ല, നല്ലൊരു റെഡ് കളർ മാത്രമാണ് നമുക്കിതിൽ കാണുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത് മൂന്നും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചതച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് ഒന്ന് വാങ്ങി വെക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം കേട്ടോ. അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുപ്പിന് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ഇടുന്ന പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാനാണ് വാങ്ങി വെക്കുന്നത്. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ഗ്യാസ് ഒന്ന് സ്ലിമ്മിൽ വെച്ചാൽ മതി. അതിനുശേഷം ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് നല്ല പോലെ തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബോട്ടി ഒരിക്കലും നമ്മൾ ആ ഒരു മസാലയിലേക്ക് ഇട്ട് വേവിച്ചാൽ വേവില്ല. അതുകൊണ്ട് നമ്മളൊരു 5 വിസിലെങ്കിലും മഞ്ഞളും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം ആ ഒരു വെള്ളം ഊറ്റിയിട്ട് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു വെള്ളത്തിൽ ഫാറ്റ് കൂടുതലായിരിക്കും, അതിൻ്റെ ഒരു നെയ്യും കൊഴുപ്പും ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു വെള്ളം കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ബോട്ടി വേവിച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ടാണ് മസാലയിലേക്ക് 3/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്തതാണ്, എന്നാലും ആ ഒരു മസാലയിൽ ഈ ബോട്ടി നല്ലോണം ഇളകി മിക്സായിട്ട് നല്ലൊരു ഗ്രേവി പരുവത്തിലായിട്ട് വരണം. അതുകൊണ്ട് കുറച്ചൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ ഒരു ടൈമിലാണ് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പിടി മല്ലിയില എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ടൈമിൽ. ബാക്കി നമുക്കിത് വാങ്ങി വെക്കുന്ന സമയത്ത് ബാക്കി പകുതി കൂടി ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് കുക്ക് ചെയ്താലും ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കരുതും വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അടി പിടിക്കൂല എന്ന് കരുതും, പക്ഷെ വെള്ളം ഉണ്ടെങ്കിലും ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. പറ്റ ഫ്രൈ പോലെ ആക്കരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് വാങ്ങാം. ചെറിയൊരു ഗ്രേവി പരുവത്തിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ബോട്ടി റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.